ഹലോ, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നത് കാശ്മീരി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഈ സെപ്റ്റോം വിളിപ്പിച്ചയുടെ ഇപ്പോൾ സെപ്റ്റോ ഉണ്ടല്ലോ, അത് പെറുക്കാനല്ല സാധനം കൊണ്ടുത്തത്. നമുക്ക് ബജാറിലേക്ക് പോകണമെന്നേ ഇല്ല. ഞാൻ മഷ്റൂമും കിച്ചൺ കിഡ് മസാല ദൈ പിന്നെ ക്ലിപ്പ് വിളിപ്പിച്ചിന് ഞാൻ ഓർഡറാക്കിയെങ്കിൽ അത് കൊണ്ടുത്തരും. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിന് അതിലേക്ക് മുമ്പ് 4 സ്പൂണ് ദയറിടണം. കണക്കിനനുസരിച്ചിട്ട് ഉപ്പ്, 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. പിന്നെ ഇടി ജീരകം 1 സ്പൂൺ ഇടണം. 2 സ്പൂണിൽ ബഡി സോപ്പ് ഇടണം. 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേമാതിരി ഇടണം. പിന്നെ കിച്ചൺ കിഡ് മസാല കിട്ടുന്ന ഗരം മസാല അതിടണം 2 സ്പൂണിനനുസരിച്ചിട്ട്. പിന്നെ കിച്ചൺ കിഡ് മസാല 2 സ്പൂൺ, പിന്നെ 1 സ്പൂണ് ഇത് ജീരകപ്പൊടി ഇടണം. പിന്നെ 2 സ്പൂണ് ബഡി സോപ്പ്, പിന്നെ വിനീഗർ ഇടണം 2 സ്പൂണ്. പിന്നെ നെയ്യില്ലേ 3 സ്പൂൺ ഇടണം. സ്പൂണിൽ 1 സ്പൂൺ എടുത്തിനെങ്കിൽ 3 സ്പൂൺ ഇടണം ഈ സ്പൂണിൽ. പിന്നെ ഉള്ളി കഴിച്ചിട്ട് എടുത്തില്ലേ പിരിസ്താക്കിയിട്ട് ഒരു പൊടി ഇടണം. പിന്നെ കൊത്തുമീർ പുതിന ഇടണം. അതിനിട്ടിട്ട് പിന്നെ ഞാനൊരു സൈഡിലില്ലേ വെളുത്തുള്ളി ഗരം മസാല പരേൽ തന്നെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് കെത്ത ഏലക്കായി അങ്ങനെല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് വെച്ചിട്ട് ആ മസാല ഇട്ടത് അതിനിട്ടിട്ട് ഇതേമാതിരി നല്ല മിക്സാക്കിയിട്ട് കൊടുക്കണം. ഈ മിക്സാക്കിയിട്ട് കഴിഞ്ഞ പിന്നെ ഈ കോഴി നമ്മൾ കയറ്റി വെച്ചിട്ടില്ലേ 1 കിലോ കോഴി എടുത്തിന് ഈ കോഴിനെ ഇട്ടാൽ ഇതിനിട്ടിട്ട് 2 മണിക്കൂർ നമ്മൾ രാത്രി ഉണ്ടാക്കുന്ന സുബൈ മസാല തേച്ചിട്ട് വെക്കണം. സുബൈ ഉണ്ടാക്കുന്നെങ്കിൽ രാത്രി മസാല തേച്ചിട്ട് വെക്കണം. നല്ല ടേസ്റ്റ്. എത്ര മസാല തേച്ചിട്ട് ഇത് നോക്കും. ഞാൻ ഗരം മസാല വെള്ളത്തിൽ കല്ലിട്ടിട്ട് നമ്മളെ പായ്ക്കല വെന്നല്ല ഇതൊരു ഡബ്ബ ഞാൻ മേടിച്ചിന് മിഷോന്ന്. ഈ ഇതിൻ്റെ ഉള്ളിൽ ഗരം മസാല ഇട്ടിട്ടില്ലേ ഇത് ഏലക്കായി കെത്ത ബലി ഏലക്കായി കുരുമുളക് പൂൾ ഈ ചപ്പൻ്റെ തിടിയിലാണ് ഞാൻ പൊടിച്ചിട്ടിട്ടത്. ഇതേമാതിരി ബന്ധാക്കിയിട്ട് എടുത്തിട്ട് ഇത് ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിന്. അതിങ്ങനെ കൊളുത്തണം, ആ സൈഡിലേക്ക് കൊളുത്തുന്നുണ്ട്. പിന്നെ സാജീരകം ഇടണം 3 സ്പൂൺ, 2 സ്പൂൺ നെയ്യ് ഇട്ടാൽ 2 സ്പൂൺ നെയ്യ് ഇടണം. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇല്ലേ നമ്മൾ സിർക്ക് ഒഴിക്കണം ഇതിലേക്ക് കുറച്ച്. പിന്നെ ഒരു സൈഡിൽ ഞാൻ മിക്സി എടുത്തിന് 4 എണ്ണം തക്കാളി 4 എണ്ണം ഉള്ളി ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. ഇതേമാതിരി അരച്ചിട്ട് എടുക്കണം. നോക്കാമല്ലോ അതിലേക്ക് വേറെ എന്തിടയില്ല. ഒരു സൈഡിൽ ഞാൻ ഇല്ല ഇത് ചോറായി നോക്കല്ല. ഈ തണ്ണിയും തളിച്ചതിന് ചോറിട്ടാൻ അരി ഇട്ടാൻ ഇത് ഞാൻ പുരയിലുണ്ടാക്കുന്ന അരി തന്നെ, വേറെ ആയിട്ട് മേടിച്ചിട്ടില്ല. ഞാൻ മുംബൈയിൽ ഇത് പച്ചരി ഉണ്ടാക്കല്, നാട്ടിലെ ചോറുണ്ടാക്കില്ല. എന്തെങ്കിലും മീൻ കറി വെച്ചെങ്കിൽ നാട്ടിലെ ചോറുണ്ടാക്കും. നോക്കി ഇതൊരു സൈഡിലില്ലേ ഉള്ളി കാച്ചിട്ട് എടുത്തിട്ട് ഞാൻ മുമ്പ് അതിൻ്റെ എണ്ണക്കില്ലേ 4 ഇടി കശ്മീരി മുളക് ഇല്ലേ അത് കഷ്ണാക്കിയിടണം. 2 കഷ്ണാക്കിയിട്ട് അതിട്ടേ പിന്നെ ഈ ഉള്ളി ഇല്ലേ 2 എണ്ണം മുറിച്ചിട്ട് കായ്ക്കാനിടണം. എൻ്റെ കയ്യിൽ പിരിസ്തുണ്ടെങ്കിൽ ഞാൻ പിരിസ്തിട്ട് അതിട്ടേ പിന്നെ ഞാൻ തക്കാളി ഉള്ളി അരച്ചിട്ട് വെച്ചില്ലേ അതിട്ട് കുറച്ച് മിക്സാക്കി പിന്നെ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി, 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല 1/2 സ്പൂണ്, പിന്നെ ഉപ്പിടണം കുറച്ച്. ഉപ്പ് നമ്മൾ കോഴിക്ക് കിട്ടുന്നേരം കുറച്ച് ഇട്ടാൽ പിന്നെ ബഡി സോപ്പ് ഇടണം 1 സ്പൂണ്. പിന്നെ കിച്ചൺ കിങ് മസാല ഇല്ല അത് 1/2 സ്പൂൺ ഇടണം. ഈ മസാല ഇല്ലേ നല്ല മസാല, ഇത് നല്ല ടേസ്റ്റ്. ഈ കിച്ചൺ കിങ് മസാല ഇല്ലത്. പിന്നെ 1 സ്പൂണിട്ട് ഞാൻ സാജീര ഇട്ട് പിന്നെ നല്ല മിക്സാക്കിയിട്ട് എടുക്കണം. നല്ല മൂടിയിട്ട് വെക്കണം. അത് ഈ മുളകില്ല മുമ്പ് ഇടേണ്ടത്, ഞാൻ ഇടാൻ മറന്ന് ഞാൻ ഇപ്പം ഇട്ടത്. അതിട്ട് പിന്നെ മസാല നല്ല മണം മാറിയ പിന്നെ മസാലൻ്റെ പച്ചമണം പിന്നെ ഈ കോഴി ഇട്ടാൽ കോഴിട്ട് നല്ല മിക്സാക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. നല്ല
ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ മൂടിയിട്ട് വെച്ചാൽ കായി. പിന്നെ നമുക്ക് എരിവിന് വേണമെങ്കിൽ ഇല്ലേ കുറച്ച് ഇടി പച്ചമുളക് ഇടണം. നമുക്ക് എരിവ് കൂടുതൽ വേണം. പിന്നെ ഞാൻ ജാഫ്രാൻ എടുത്തിന്, അത് കുറച്ച് ഇല്ലേ ഈ കപ്പ് കത്തിട്ടിട്ട് ജാഫ്രാനക്ക് പാൽ വീശിയിട്ട് നമ്മൾ വെക്കണം. എന്നിന് മുകളിലേക്ക് കളർ ഇടുന്നില്ല ഞാൻ. നോക്കി ഈ മസാല റെഡിയായി. പിന്നെ മുകളിലേക്ക് ഞാൻ ചോറ് അരച്ചിട്ട് ചില്ലരപ്പക്കത്ത് അതിനിട്ടാൻ കായി. പിന്നെ മേലിലേക്ക് ഫിരിസ്ത, മുകളിലേക്ക് പിന്നെ ഇത് പിരിസ്ത ഇടണം. പിന്നെ കൊത്തമീര പുതിന മുറിച്ചിട്ട് വെച്ചത് കട്ട് ചെയ്ത് വെച്ച് അതിനിടണം. പിന്നെ നെയ്യ് ഒഴിക്കണം. പിന്നെ ജാഫ്രാനില്ലേ ജാഫ്രാൻ അത് മുകളിലേക്ക് ഒഴിക്കണം. പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് മൂടിയിട്ട് വെക്കണം ദമ്മിൽ. നോക്കി ഇതേമാതിരി മുകളിലേക്ക് നല്ല കിണറ്റിൻ്റെ വെച്ചാൽ കായി. നമുക്ക് ബിരിയാണി റെഡിയായി. അരമണിക്കൂർ മൂടിയിട്ട് മെല്ലെ സ്ലോ ഗ്യാസാക്കിയിട്ട് വെക്കണം. നല്ല ടേസ്റ്റ്. ഇത് കാശ്മീരി ചിക്കൻ ബിരിയാണി. ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കാകാൻ മറക്കണ്ട. ഇതായിരിക്കും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും. നല്ല ടേസ്റ്റ് കഴിക്കാൻ.